ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമസ്ത മേഖലയിലും സ്വാധീനമാണ് കുർബാന. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ ജീവിത കഥ നമ്മെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ വലിയ കുർബാനയോട് ഭക്തിയുള്ള ഒരു വിശുദ്ധ 4 കൊല്ലക്കാലം ഇങ്ങനെ തളർന്നു കിടന്നു. പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ കുർബാനയോടുമുള്ള അടുപ്പം കൊണ്ട് സുഖപ്പെട്ടു എന്ന് വിശുദ്ധ തന്നെ സാക്ഷ്യപ്പെടുത്തും. വിസിറ്റേഷൻ സഭയിൽ ചേരുകയും സന്യാസിനിയാവുകയും വിശുദ്ധയായിട്ട് മാറുകയും ഒക്കെ ചെയ്തു. വിശുദ്ധയ്ക്ക് എന്നോടും നിങ്ങളോടും പറയാനായിട്ടുള്ളത്, ജീവിതത്തിൽ ഇങ്ങനെ അടിമുടി നമ്മളെ തൊടാൻ, അടപടലം നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാൻ പര്യാപ്തമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമഗ്രതയിൽ സ്വാധീനിക്കാൻ കുർബാനയ്ക്കാവും. കുർബാനയുടെ സ്പർശമില്ലാത്ത ഒരിടമുണ്ടാകും. ഡിവൈൻ ടച്ച് എന്നാ പറയാം, ഒരു ദൈവിക സ്പർശം. അതുകൊണ്ടാണ് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ പറയും, അമോർത്തെന്നൊക്കെ പറയുന്ന ഒരു പൈശാചിക പീഡകളെ ബന്ധിക്കുന്ന വലിയ വിടുതലിൻ്റെ കൃപയുള്ള വ്യക്തി പറഞ്ഞത്, പുരോഹിതൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്നൊക്കെ കരുതുന്ന, ഒഴിപ്പിക്കാനാവാത്ത ജീവിതത്തിൻ്റെ പൈശാചിക പീഡകളെ ബന്ധിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും കരുത്തുള്ള ആയുധം ഈ പരിശുദ്ധ കുർബാന കഴിഞ്ഞു കടന്നു വന്ന ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതാണ്. ആത്മീയപിതാക്കന്മാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഈ പരിശുദ്ധ കുർബാന എന്ന മഹാത്ഭുതത്തിൻ്റെ പുണ്യവടിയോട് ജീവിതത്തെ ചേർത്തിട്ട് അൾത്താരയുടെ കരുത്തും ആത്മബലവും ആവാഹിച്ചിട്ട് ആ ബലത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് കൈമാറ്റം ചെയ്യുമ്പം അത് കൃപയായിട്ട് അനുഗ്രഹമായിട്ട് മാറും. ഇതെനിക്കും നിങ്ങൾക്കും ബാധകം. ഓരോ പരിശുദ്ധ കുർബാന കഴിയുമ്പോഴും ഞാനും നിങ്ങളും ചലിക്കുന്ന സക്രാരിയായിട്ട് മാറുകയാണ്. ഓരോരുത്തരും ചലിക്കുന്ന സക്രാരിയായി മാറുന്നെങ്കിൽ കടന്നു പോകുന്ന വഴികളിൽ കണ്ടുമുട്ടുന്നവരൊക്കെയും നമ്മളെക്കുറിച്ച് ഒരുപക്ഷെ കരം കൂപ്പി ആദരവോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയുമെന്ന് പറയാൻ തക്ക വിധം നമ്മുടെ ജീവിതം മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഇത് സ്നേഹത്തിൻ്റെ കൂനാശയും ഐക്യത്തിൻ്റെ അടയാളവും ഉപവിയുടെ ഉടമ്പടിയുമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ ഉറഞ്ഞുകൂടി അത് പരിശുദ്ധ കുർബാനയായിട്ട് മാറി. അത് കലഹത്തിൻ്റെ ഇടമല്ല, ഏതു കലഹത്തെയും പരിഹരിക്കാൻ തക്ക വിധം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്നോട് വിരോധമുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് രമ്യതപ്പെട്ടതിന് ശേഷം കുർബാനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണം. കുർബാന അൾത്താരയിൽ തീരേണ്ടതല്ല, അത് എന്നിലൂടെ നിങ്ങളിലൂടെ തുടരേണ്ടതാണ്. അതുകൊണ്ടാണ് ലത്തീൻ കുർബാനയിലൊക്കെ വളരെ കൃത്യതയോടുകൂടിയിട്ട് പറഞ്ഞത്, ഗോ ആൻഡ് ലീവ്. ഓരോ പരിശുദ്ധ കുർബാന കഴിയുമ്പോഴും എന്നെയും നിങ്ങളെയും കുർബാന ജീവിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. സിറോ മലബാറിൻ്റെ കുർബാനയിലും സമാനമാണ്. അല്പം വിടർത്തി പറയുന്നതേ ഉള്ളൂ. ഈ ബലിപീഠത്തിലെ പുണ്യബലിയുടെ യോഗ്യതയുടെ അർപ്പണം കഴിഞ്ഞ് നാളെ ഏറെ അനുഗ്രഹത്തോടു കൂടിയിട്ട് യോഗ്യതാ നിറവോടെ ബലിയർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ കുർബാന ജീവിക്കാനായിട്ടുള്ളതാണ്. ഞാനും നിങ്ങൾ ഓർമ്മിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് പറഞ്ഞത്, സമസ്ത മേഖലയിലും ഇത് സ്വാധീനമാകും. വീണ്ടും പറയാണ്, ഈശോ ദിവ്യകാരുണ്യത്തിൽ സജീവമായിട്ട് സന്നിഹിതനാണ്. അടുത്ത് പറയണം, അവിടുത്തെ മഹത്വീകൃതമായ ജീവിതം, ബലിയർപ്പിച്ച ജീവിതം, എളിമപ്പെടുത്തിയ ജീവിതം, പ്രവർത്തനക്ഷമതമായ ജീവിതം, പൂർണ്ണമായി സമർപ്പിച്ച ജീവിതം കുർബാനയിൽ ലഭിക്കും. കുർബാനയിൽ കിട്ടാത്തത് എന്താണല്ലേ? തമ്പുരാൻ കർത്താവിൻ്റെ ജീവിതം ഇങ്ങനെ അടിമുടി എനിക്കും നിങ്ങൾക്കും വേണ്ടി, മറ്റൊരു വിശ്വാസിക്കും മറ്റൊരു മതത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധം എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വന്തം ശരീരത്തെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിലേക്ക് അങ്ങ് സന്നിവേശിപ്പിച്ചിട്ട് എന്നോടും നിങ്ങളോടും കുർബാനയിൽ ഈശോ പറയുക, നിനക്ക് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിത്യജീവൻ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു മതവുമില്ല. നിത്യജീവനോളം എന്നെ പരിപാലിക്കുമെന്ന് പറഞ്ഞ ഒരു വിശ്വാസ സംഹിതയുമില്ല. അത് വിശ്വാസിക്ക് മാത്രം, ക്രിസ്ത്യാനിക്ക് മാത്രം, വിശ്വസിക്കുന്ന നമുക്ക് മാത്രം കുർബാനയിലൂടെ സ്വർഗം നൽകുന്ന അവകാശമാണ്. അഭിമാനത്തോടുകൂടി ഈ അവകാശത്തെ നമ്മൾ സ്വന്തമാക്കണം. അതുകൊണ്ട് ഏതു തളർന്ന ജീവിതത്തിനും ഏതു പരാജയപ്പെട്ട ജീവിതത്തിനും ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് കുർബാനയുടെ ഈ ദർശന വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി. പലപ്പോഴും കുർബാനയെ നമ്മൾ കാണേണ്ട വിധമൊന്നും കാണാൻ പഠിക്കാത്തത് കൊണ്ടാണ്, അറിയേണ്ട വിധമൊന്നും അറിയാത്തത് കൊണ്ടാണ്, അനുഭവിക്കാൻ തക്ക വിധം അതിനോടൊന്ന് അടുപ്പത്തിലാകാത്തത് കൊണ്ടാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ കൃത്യതയോടുകൂടിയിട്ട് പറഞ്ഞു, പരിശുദ്ധ കുർബാന കാണാനും കേൾക്കാനുമല്ല, അത് ജീവിതത്തിൽ പങ്കെടുക്കാനും പങ്കുവയ്ക്കാനുമാണ്. ഓരോ പരിശുദ്ധ കുർബാനയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കണ്ടു കടന്നു പോകേണ്ടതല്ല, കേട്ടു മറന്നു പോകാനുമല്ല, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രിയങ്കരമായ ജീവിതം നയിക്കാൻ, എന്നുവെച്ചാൽ കുർബാനയെ ഉൾക്കൊണ്ട് കുർബാനയായി മാറാനുള്ള സാധ്യതയാണ്. നമുക്ക് പറ്റുമോ?
ഈശോ നമ്മളെ ഓരോരുത്തരെയും കുർബാന കഴിയുമ്പം വിളിച്ചിട്ട് പറയാണ്, ഇനി ഞാനിവിടെ ഇല്ല, സക്രാരിക്കുള്ളിൽ. അതുകൊണ്ടാണ് പാരമ്പര്യത്തിൽ സക്രാരി ഉണ്ടായിരുന്നില്ല. കാരണം പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഓരോ വിശ്വാസിയും ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധ കുർബാനയുമായിട്ട് ചലിക്കുന്ന സക്രാരിയുമായിട്ട് ആലയം വിട്ട് മടങ്ങിപ്പോകുന്നത് കൊണ്ട് പിന്നെ ഒരു സക്രാരിക്ക് അവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിന്തകൾ അവസാനിക്കുമ്പം ഈശോ കൃത്യമായിട്ട് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിലൂടെ പറഞ്ഞത്, സമഗ്രതയിൽ ഇങ്ങനെ സ്വാധീനമായി മാറുന്ന കുർബാന, അതനുഭവിച്ചവരും അതിനെ സ്നേഹിച്ചവരും അതിനെ ഇങ്ങനെ ചങ്കിൽ ചൂടോടെ കൊണ്ടു നടന്നവരും ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ആ സ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കാനാവില്ല, ആ സ്നേഹത്തെ വിട്ടുപേക്ഷിക്കാൻ ആവില്ല. അതുകൊണ്ട് തന്നെയാണ് കോൾബെ പുണ്യവാൻ പകരക്കാരനായിട്ടൊരു വ്യക്തിക്ക് വേണ്ടി സമർപ്പണം നടത്താൻ തനിക്ക് കരുത്തു പ്രദാനം ചെയ്തത് കുർബാനയാണെന്നാണ് പറഞ്ഞേ. ഏഴു തടവറയുടെ അനുഭവത്തിൽ നിന്നും വിടുതലിന് സാധ്യതയായിട്ട് കുർബാന വാൻ തൂവാൻ എന്ന് പറയുന്ന അത്ഭുത മനുഷ്യൻ മാർപ്പാപ്പയെ ധ്യാനിപ്പിച്ച കാർഡിനൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും അഭിഷേകത്തോടു കൂടിയിട്ട് ആ ജയിലഴിക്കുള്ളിൽ കൈകളെ കാസയും ബേലാസയും ഒക്കെയായി കിട്ടിയ ഒരു തുണ്ടപ്പത്തെയും ഒരു തുള്ളി വീഞ്ഞിനെയും ഒക്കെ ഹൃദയത്തിൽ ഇങ്ങനെ തമ്പുരാൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അർപ്പിച്ച ബലികൾ, അതാ തടവറയിലെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനുള്ള മഹാകൃപയായിട്ട് മാറിയത് മറക്കുന്നില്ല. ഓർക്കണം, വിശുദ്ധരും കുർബാനയെ പ്രണയിച്ചവരും ജീവിതത്തിൽ ഇങ്ങനെ കുർബാന സ്നേഹം കൊണ്ട് വിസ്മയം തീർത്തവരും എന്നോടും നിങ്ങളോടും ഇങ്ങനെ നിർത്താണ്ട് വിളിച്ചു പറയുന്നൊരു കാര്യം, കുർബാനയ്ക്ക് സമഗ്രതയിൽ നമ്മളെ സ്വാധീനിക്കാൻ കഴിയും. അതിൽ ദിവ്യകാരുണ്യത്തിൽ മഹത്വീകൃതമായ ഈശോയുടെ സാന്നിധ്യമുണ്ട്, എളിമപ്പെടുത്തിയ ജീവിതമുണ്ട്, പ്രവർത്തനക്ഷമമായ ജീവിതമുണ്ട്, പൂർണ്ണമായി സമർപ്പിച്ച ജീവിതമുണ്ട്. ഇല്ലാത്തതൊന്നുമില്ല. ദിവ്യകാരുണ്യ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.